ഹായ് ഹലോ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഒരു നല്ലൊരു ടിപ്സുമായിട്ട് കേട്ടോ വന്നിരിക്കുന്നത്. ഈ കാലാവസ്ഥയിൽ ഇപ്പോൾ ഈ ചൂടിൽ നമ്മുടെ ഫലനോപ്സിസിന് പറ്റുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഡീഹൈഡ്രേറ്റ്. വെള്ളത്തിൻ്റെ കുറവ് കാരണം ലീഫൊക്കെ ഇങ്ങനെ ഒടിഞ്ഞ് മടങ്ങിയിരിക്കുക, ഒരു ഹെൽത്തി അല്ലാതെ. ഇതിന് പറ്റിയൊരു അടിപൊളി ടിപ്സാണ് കേട്ടോ ഇത്. എൻ്റെ ഒരു പഴയ പ്ലാന്റ് ആയിരുന്നു. ഇതിനും മുമ്പ് ഡീഹൈഡ്രേറ്റ് ആയതായിരുന്നു. അതിന് ഞാൻ ആദ്യമായിട്ട് കഴിഞ്ഞ വർഷം ചെയ്തൊരു കാര്യം കേട്ടോ. ഒരു ചിരട്ടയിൽ വെള്ളം വെച്ചിട്ട് ഇതേപോലെ പ്ലാന്റിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തു. ആ വെള്ളത്തിൻ്റെ ഈർപ്പം അവിടെ ഉള്ളത് കൊണ്ടായിരിക്കാം റൂട്ടെല്ലാം അതിലോട്ട് വന്ന് പിടിച്ച് ആ റൂട്ട് സ്വയം വെള്ളം വലിച്ചെടുക്കാറായി തുടങ്ങി കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വർഷം വെച്ചിട്ട് ഈ വർഷത്തിനാണ് സെറ്റായത്. നല്ല രീതിയിൽ ആ പ്ലാന്റ് അത്രയും ഹെൽത്തി ആയിട്ട് നിന്നു. ഇത് വലിയൊരു പ്ലാന്റ് ആട്ടോ, ഫലനോപ്സിസിൻ്റെ വലിയൊരു മദർ പ്ലാന്റാണ്. അതിലും ഇതേപോലെ ഞാൻ വെള്ളം വെച്ച് കണ്ട റൂട്ടൊക്കെ ഇറങ്ങി വന്നുകൊണ്ടിരിക്കുന്നത്. അതൊന്ന് സെറ്റായിട്ട് കിട്ടാൻ ഒരു വർഷമൊക്കെ എടുക്കും. എന്നാലും നല്ല രീതിക്ക് പ്ലാന്റ് ഹെൽത്തി ആയിട്ട് ഈ ചൂടുള്ള കാലാവസ്ഥയിൽ ഇരിക്കും കേട്ടോ. നമ്മൾ ഇങ്ങനെ ചിരട്ട വെച്ചിട്ട് ഒരു കോട്ടൻ്റെ നൂലെടുത്തിട്ട് ഫസ്റ്റ് ടൈം നമുക്ക് ചെയ്യേണ്ട കാര്യം ഇങ്ങനെയാണ്. പിന്നീടാണ് അതിന് റൂട്ട് പിടിച്ചിട്ട് സ്വയം അത് വലിച്ചെടുക്കാൻ തുടങ്ങുക. ഇതേപോലെ ചിരട്ടയിൽ വെള്ളത്തിൽ കോട്ടൻ്റെ നൂലിട്ടിട്ട് നമ്മുടെ പ്ലാന്റിൻ്റെ മേലെ ഇങ്ങനെ വെച്ച് കൊടുത്താൽ ചെറിയ രീതിയിൽ ഈർപ്പം ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടേ ഇരുന്നോളും. കാരണം നമുക്ക് എപ്പോഴും വെള്ളത്തിൽ മുക്കിയെടുക്കാനൊന്നും നമുക്ക് പറ്റണമെന്നില്ല. ഇത് അതേപോലെ വെച്ചതാണ്. കണ്ടില്ല, ഇപ്പോൾ റൂട്ടൊക്കെ അതിൻ്റെ സൈഡിലോട്ട് ഇങ്ങനെ പിടിച്ച് വരുന്നുണ്ട്. ചിരട്ട അനക്കാനേ പറ്റില്ല കേട്ടോ, നല്ല ടൈറ്റായിട്ട് അവിടെ ഇരിക്കും. ഞാൻ എൻ്റെ എല്ലാ പ്ലാന്റിനും ഇങ്ങനെ ചെയ്ത് കൊടുത്തു. അതുകൊണ്ട് തന്നെ ഇത്തവണ ഒരു പ്ലാന്റിനും ഡീഹൈഡ്രേറ്റ് സംഭവിച്ചിട്ടില്ല കേട്ടോ. ലീഫൊക്കെ നല്ല ഹെൽത്തി ആയിട്ടായിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും ഫലനോപ്സിസ് ഉണ്ടെങ്കിൽ ഇതേപോലെ ചെയ്ത് നോക്കാം. ഓക്കെ, താങ്ക് യു.